യോസേപ്പിനെ പൊട്ടക്കിണറിലേക്ക് എറിഞ്ഞത് അയൽവക്കക്കാരല്ല, സ്നേഹിതന്മാരും അല്ല. ആണോ? അവനെ പൊട്ടക്കിണറിലെറിയാൻ നേരത്തെ ഏൽപ്പിച്ചു കൊടുത്തത് അപ്പനാ, പിന്നെ സഹോദരങ്ങളാ. പക്ഷെ അവനെ അവിടം കൊണ്ട് തീർക്കുമെന്ന് ചിന്തിച്ചവർക്ക് തെറ്റുപറ്റി. അവിടെ നിന്ന് അവൻ എഴുന്നേറ്റ് വന്നത് മറ്റൊരു പദവിയിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നിന്നെ കാണുന്ന ചിലതിനെ പൊട്ടക്കിണറി വലിച്ചെറിയാൻ തോന്നിയേക്കാം, മിദ്യാനെ കച്ചവടക്കാർക്ക് വിൽക്കാൻ തോന്നിയേക്കാം, പോത്തിപ്പന്റെ ഭവനത്തിന് തോണ്ടി അടയ്ക്കാൻ തോന്നിയേക്കാം. എന്നാലും കാര്യം പറയുന്നു, ഫറവോന്റെ സൈന്യത്തിന്റെ നടുവില്, അല്ലെങ്കിൽ ആ അധികാരിയുടെ നടുവില് അവന്റെ സിംഹാസനം ഒഴികെ സകലതും ലഭിച്ചവനാക്കി മാറ്റാൻ ഒരു തീച്ചൂളെ അവന് കൊടുക്കുവാനിടയായി. ആ തീച്ചൂളെ അവനെ കൊണ്ട് എത്തിച്ചത് അവൻ കണ്ട വിഷന്റെ പൂർത്തീകരണത്തിലാണ്. നമുക്ക് പലപ്പോഴും വിഷൻ കണ്ടിട്ടുണ്ട്, ആ വിഷനെ പൂർത്തീകരിക്കാൻ പറ്റാത്തവരും നമുക്ക് ഭയങ്കരമായിട്ട് വിഷമങ്ങളുണ്ട് അല്ലേ? നാളെ നടക്കുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ ചുവട് വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ചെന്നത് കാണത്തില്ല. ഭയങ്കര ആശയാണ്, കിട്ടും അല്ലെങ്കിൽ നടന്നു എന്നുള്ള ചിന്തയാണ്. അത് ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ അകത്തൊരു വല്ലാത്തൊരു പ്രയാസം ഉണ്ടാവും. ആ വല്ലാത്ത പ്രയാസം യോസേപ്പ് പൊട്ടക്കിണറിൽ കിടന്ന് അവൻ അനുഭവിച്ചു. ആ വല്ലാത്ത പ്രയാസം യോസേപ്പ് പോത്തിഫറിന്റെ ഭവനത്തിൽ അനുഭവിച്ചു, മിദ്യാന് കച്ചവടക്കാരുടെ അടുത്ത് അനുഭവിച്ചു. പക്ഷേ അതിന്റെ എൻഡ് എന്ന് പറയുന്നത് അവൻ എന്താണോ കണ്ടത് അതേപോലെ നടക്കുവാനിടയായി ചേർന്നു. നീ എന്തെങ്കിലും ദൈവിക ദർശനം കണ്ടിട്ടുണ്ട്, ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര തടസ്സങ്ങൾ ഉണ്ടായാലും, എത്ര പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും, എത്ര സ്വതന്ത്രമായ അപ്രയാസങ്ങൾ ഉണ്ടായാലും, എത്ര പോത്തിഫറിന്റെ ഭവനം ഉണ്ടായാലും, എത്ര മിദ്യാന കച്ചവടക്കാർ എഴുന്നേറ്റ് വന്നാലും നിന്നോടുള്ള വാഗ്ദത്തം നിനക്കുള്ളതാ.